ഗുഡ് മോർണിംഗ് പൊങ്കാല ഡേ വ്ളോഗ്. ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലേൻ്റെ അന്ന് പൊങ്കാലയിടുന്ന സ്ത്രീകൾ എല്ലാ ലൈക്ക് എവറിഥിങ് ഷുഡ് ബി ബ്രാൻഡ് ന്യൂ. പുതിയ ഡ്രസ്സ് കൂടി ഇടണം എല്ലാം. സോ അമ്മമാർ പോയി ചിറ്റയുടെ അവിടെ ഓൾറെഡി എത്തി. ചിറ്റയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ കൊല്ലം അവിടെ തന്നെ ഇട്ടിരുന്നത്. കഴിഞ്ഞ കൊല്ലം മെയിൻ റോഡിന് അവിടെ ആയിരുന്നു. ഇക്കൊല്ലം നമ്മൾക്ക് അറിഞ്ഞു നോക്കി അങ്ങനെ ഇടാം. സോ ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വീടിൻ്റെ നേരെ ഉമ്മറത്താണ് ഇടുന്നത്. ബേബി ഇപ്പോഴും ഉറങ്ങാണ്. അപ്പോൾ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞു. അവർ ഓൾറെഡി ഒരു 6 o'clock ആകുമ്പോൾ ഇറങ്ങി. നമ്മൾ അറൗണ്ട് ഒരു 7:30-8, അതായത് കറക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോകുള്ളൂ. അച്ഛന്മാർ, വിഷ്ണു, ഞാനും ബേബിയും കൂടി അപ്പോഴേ പോകുള്ളൂ. റെഡിയായി കഴിഞ്ഞു ഞാൻ. ബേബി ഉറങ്ങണു. സോ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അത് കാരണം പിന്നെ കാണാം. ബൈ. ഇതിനാക്കി തന്നതായിരിക്കും നമുക്ക്. നമ്മുടെ കേട്ടോ. അതെ, ഒക്കെ നമ്മുടെയാണേ. നോക്കട്ടെ. അതെ അതെ. ബിഗ് ഷൗട്ട് ഔട്ട് ടു ദ മെൻ ഓഫ് ദ ഗ്രൂപ്പ്. ലൈക്ക് എൻ്റെ അച്ഛൻ കുട്ടീനെ നോക്കി ഫുൾ ടൈം കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് എനിക്ക് അത് ആ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റില്ലായിരുന്നു. സോ അച്ഛൻ മാത്രം ലൈക്ക് അത്രയും ദിവസം കുട്ടി അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ലൈക്ക് ഞാൻ തൃശ്ശൂരായിരുന്നുകൊണ്ട് കുട്ടി വാസ് വെരി കംഫർട്ടബിൾ വിത്ത് അച്ഛൻ. സോ അച്ഛനായിരുന്നു ഫുൾ ടൈം കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് വിഷ്ണു ആൻഡ് ശ്രീനിയച്ഛനാണ് ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്തു തന്നത്. നമ്മൾ 4 പേർക്കും ഓരോ പ്രാവശ്യം പറയുമ്പോൾ അതിനെ പൊട്ടിച്ച് മുറിച്ച് ഓലയായാലും ചൂട്ടായാലും എല്ലാം ഇങ്ങനെ നമുക്ക് 4 പേരുടെ കാര്യം മാറി മാറി നോക്കിയിരുന്നത് വിഷ്ണു അച്ഛനാണ്. കയറി ഇറങ്ങുന്ന കാര്യം, മുകളിലേക്ക് പോയി വെള്ളം എടുക്കുക, അതെടുക്കുക, അങ്ങനത്തെ എല്ലാ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും വിഷ്ണുവാണ് ചെയ്തിരുന്നത്. ശ്രീനിയച്ഛനും വിഷ്ണു. അപ്പോൾ 2 അച്ഛന്മാരും വിഷ്ണുവിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പൊങ്കാല നമുക്ക് ഇനിയും ഡിഫിക്കൽട്ടായേനെ. എസ്പെഷ്യലി എനിക്ക്, ബിക്കോസ് ഓഫ് ബേബി നോക്കാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ, പൊങ്കാല ഇടാൻ പറ്റില്ലായിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ദി മെൻ ഓഫ് ദി ഗ്രൂപ്പ്.
വീഡിയോ ആണ് കേട്ടോ. ഇത്രയും കൂടി ബാക്കിലേക്ക് വെക്കേണ്ടി വരുമേ. എത്ര കപ്പ് ഒഴിക്കണം? 2 3 അങ്ങനെ ആദ്യം ശർക്കര വെച്ചിട്ട് മറ്റേത് വെക്കുള്ളൂ. അതിന് ശർക്കര വെച്ചിട്ടില്ല, അത് ഇടിച്ചിട്ട് ശർക്കര ഗണപതി അത് മതി. എന്നിട്ട് അത് വെച്ചാൽ മതി. ശർക്കര ഉണ്ടല്ലോ നമ്മളിപ്രാവശ്യം മണ്ടപ്പുറ്റ്, തെരളി, ശർക്കര പായസം, നെയ്യ് പായസം അങ്ങനെ ആണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ മണ്ടപ്പുറ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തലയുടെയും അങ്ങനെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മണ്ടപ്പുറ്റ്. അപ്പാരൻ്റ്ലി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ബ്രെയിനിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് വയ്ക്കുക. അപ്പോൾ അത് ഫൈനലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് അത് കാണാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടിയിട്ടാണ് വയ്ക്കുക. ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു നമ്മുടെ തലയുടെ ഒരു ഇതായിരിക്കും. അതിൻ്റെ മുകളിൽ ചിലവരിങ്ങനെ കിഷ്മിഷ് ആൻഡ് കാജു അങ്ങനെ വെക്കും. ഇങ്ങനെ സ്മൈലി ഫേസ് ആയിട്ട് കണ്ണ് പോലെയൊക്കെ വെക്കും. അപ്പോൾ അതുപോലെ വെക്കും. പിന്നെ തെരളി ആണ് ഉണ്ടാക്കുക. അതിങ്ങനെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നൂലിൽ ഇങ്ങനെ പച്ച ഈർക്കിലിയിൽ കെട്ടിയിട്ടാണ് ചെയ്യുക. ഇത് രണ്ടും സ്റ്റീമിങ് ആണ് ചെയ്യുക. തെരളിയും മണ്ടപ്പുട്ടും സ്റ്റീമാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ചെയ്യുക. ഇത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത് ഇറ്റ് സെൽഫ് ഇസ് എ പ്രസാദം. ഇപ്പോൾ പൊങ്കാലയ്ക്ക് ഇതും ചിലവർ ചെയ്യാറുണ്ട്. മെയിൻ വന്നിട്ട് ശർക്കര പായസമാണ്. ബട്ട് ഇങ്ങനെയും ഇതൊക്കെയും വേറെ ദേവിക്ക് പ്രിയപ്പെട്ട പ്രസാദങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെരളിയാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ അരിപ്പൊടി, ശർക്കര പൊടിയാണ്. ചിലവരിങ്ങനെ ശർക്കര വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ടാണ് ചെയ്യാറ്. ബട്ട് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. നമുക്ക് പൊടിയാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. അതുപോലെ ഏലക്കായപ്പൊടി, നെയ്യ്, കൺസിസ്റ്റൻസി ഏകദേശം ഇൻഗ്രീഡിയൻസ് ഏകദേശം എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് സെയിം ആണ്. മണ്ടപ്പുറ്റിൽ ചെറുപയർ പൊടി കൂടി വരുന്നുണ്ട്. ബട്ട് ഇതിൽ ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിമാണ്. ബട്ട് ആ റേഷ്യോ വ്യത്യാസമുണ്ട്. ആ റേഷ്യോൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ് കറക്റ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തെരളീൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഇങ്ങനെ ഒരു പേസ്റ്റിയാണ്. ബട്ട് മണ്ടപ്പുറ്റ് ഇറ്റ്സ് ലൈക്ക് കറക്റ്റ് ഇങ്ങനെ പൗഡറി ആയിട്ട് വരും. അപ്പോൾ to